ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അസ്യൂസ് ഗൂഗിൾ നെക്സസ് 7ൻ്റെ പവർ കീ ബേസ്, വോളിയം കീ ബേസ് ഇതൊക്കെ എങ്ങനെയാണ് ജമ്പർ കൊടുക്കുന്നത് അതിൻ്റെ ഫുൾ സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ റീസെറ്റാണ്. ഇത് വോളിയം ഡൗണ്, ഇതാണ് ഇതിൻ്റെ വോളിയം അപ്പ്, ഇത് പവർ കീ ബട്ടൺ. അപ്പോൾ ഇതെല്ലാം ഈ സ്ട്രിപ്പ് വഴിയാണ് കയറുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പിൽ മുകളിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണത്തില്ലേ, ഈ ലൈനിലേക്ക് എവിടെയാണ് ഈ കണക്ഷൻ കയറുന്നതെന്ന് പറയാം. അപ്പം ഇത് നിങ്ങൾക്ക് ഈ കണക്ഷൻ ഇവിടെ കയറുന്നത് പറയുന്നത് വെച്ചേച്ച് അങ്ങോട്ട് നിങ്ങൾക്ക് ജമ്പർ സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ നോക്കരുത്. കാരണം ഈ കണക്ടർ കംപ്ലൈൻ്റ് ആവും, പിന്നെ ബാക്കിയുള്ള കീയും കൂടെ വർക്കാകാതെ വരും. നിങ്ങൾക്ക് ജമ്പർ കൊടുക്കേണ്ട സ്ഥലം ഞാൻ പിന്നെ ഈ വീഡിയോയുടെ ശേഷം നിങ്ങളോട് പറയുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ പോയിൻറ്റുകളിലേക്ക്, ഇതിൻ്റെ അപ്പുറത്തെ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഇവിടുന്ന് ചെക്ക് ചെയ്യണം കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ കാണുന്ന മെറ്റൽ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതൊന്ന് വരച്ച് കാണിക്കാൻ 3 ബട്ടനെ, ശരിക്കും 4 ബട്ടണുണ്ട് ഇവിടെ. ഇത് കണ്ടോ, 4 ബട്ടണുണ്ട്. ഒരെണ്ണം റീസെറ്റാണ്, ഇത് ഏറ്റവും താഴത്തെ റീസെറ്റാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം. 3 ബട്ടൻ്റെ കാര്യം പറയാം. പവർ ഓണ്, വോളിയം പ്ലസ്, വോളിയം മൈനസ്. അത് 4ഉം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ആ 3 കണക്ഷൻ ഞാൻ വരയ്ക്കാം. ഇത് 3 സ്വിച്ചാണ്. ഇത് വേണം പവർ സ്വിച്ച്. ഇത് കണക്ടറിന് ഇതിനാകെ 1 2 3 4 5 6 7 8 ലെഗുകളാണുള്ളത്. ഇതിൽ പവർ സ്വിച്ചിൻ്റെ ആണ് ലാസ്റ്റത്തെ 2 ലെഗുകൾ. പവർ സ്വിച്ചിൻ്റെ അകത്തെ ലെഗ് നേരെ ഇങ്ങോട്ടാണ് കയറുന്നത്, പുറത്തെ ലെഗ് നേരെ സെക്കൻഡ് ലാസ്റ്റ് കണക്ഷനിലേക്കാണ്. അകത്തേത് ഏറ്റവും ലാസ്റ്റത്തേലും പുറത്തേത് സെക്കൻഡ് ലാസ്റ്റ്. പിന്നെ ഇതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പുറത്തെ 2 കണക്ഷൻ കോമൺ ആണ്. അതെങ്ങോട്ടാണ് കയറുന്നതെന്ന് ഞാൻ പറയാം. അത് ഈ സൈഡിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ 5ാമത്തെ ലെഗിലേക്കാണ് കയറുന്നത്. 1 2 3 4 5 ഈ ലെഗിലേക്കാണ് കയറുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെ കണക്ഷനാണ്. അകത്തെ കണക്ഷൻ 4ാമത്തെ ലെഗിലേക്കാണ് കയറുന്നത്. 4ാമത്തെ ലെഗിലേക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. അങ്ങോട്ടാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി. ഇനി ഇതിൻ്റെ കണക്ഷനാണ്. ഇത് അകത്തെ കണക്ഷൻ ഇവിടുന്ന് ഈ 6ാമത്തെ കണക്ഷനാണ്. അതായത് ഇവിടുന്ന് 6ാമത്തെ കണക്ഷൻ, 1 2 3 4 5 6ാമത്തെ കണക്ഷൻ. അത് കഴിഞ്ഞത്തെ 2 ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഈ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. സ്വിച്ചിൻ്റെ കണക്ഷനാണ് ഏറ്റവും ഒടുവിലത്തെ 2. അതിന് തൊട്ട് മുമ്പത്തെ ലെഗിലേക്കാണ് ഇതിൻ്റെ അകത്തെ കണക്ഷൻ കയറുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ജമ്പർ ഈ ഭാഗത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഭാഗത്തല്ല ജമ്പർ കൊടുക്കേണ്ടത്. ജമ്പർ എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. ജമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ICയുടെ മുകളിൽ നിരയ്ക്ക് ആദ്യം 2 കറുത്ത റെസിസ്റ്റർ ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിൽ 3 കറുത്ത റെസിസ്റ്റർ ഇരിപ്പുണ്ട്. അപ്പം മൊത്തം ടോട്ടൽ 5 കറുത്ത റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. ആ റെസിസ്റ്റൻസിലേക്കാണ് കയറുന്നത്. ഈ ICയുടെ മുകളിൽ, ICയുടെ ഏതാണ്ട് നടുഭാഗത്തായിട്ട് മുകളിലോട്ട് ഇവിടം വരെ, കണക്ടറിൻ്റെ ഈ ഭാഗം വരെയാണ് ഇതിരിക്കുന്നത്. നേരെ മുകളിലാണ് ഇരിക്കുന്നത്. ഒരുവിധം വലിപ്പമുള്ള റെസിസ്റ്ററുകളാണ്. ഇതിനിടയ്ക്ക് കുഞ്ഞ് പൊടി റെസിസ്റ്ററുകളിരിക്കും, അത് നോക്കണ്ട. ഒരുവിധം വലിപ്പമുള്ള 5, ഒരേ വലിപ്പമുള്ള 5 റെസിസ്റ്ററുകൾ ഇരിപ്പുണ്ട്. ആ റെസിസ്റ്ററുകളൊന്ന് ഞാൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ 3 കണക്ഷൻസ്. ഇത് വോളിയത്തിൻ്റെ 2 കണക്ഷനും ഇത് പവർ സ്വിച്ചിൻ്റെ കണക്ഷനും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ പറഞ്ഞ പോലെ 3 റെസിസ്റ്റൻസ് ഇരിപ്പുണ്ടാവും. അതിരിക്കുന്നത് ICയുടെ മുകളിലാട്ടോ. ഞാൻ ഇങ്ങനെ വലുപ്പത്തിൽ വരച്ചെന്നുള്ളൂ. ICയുടെ നേരെ മുകളിലാണ്.
പിന്നെ ഇച്ചിരി ഇടയിട്ടേച്ചാണ് 2 റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. ഇതെല്ലാം ഒരേ വലിപ്പമുള്ളതാണ്. ഇതിൽ പവർ സ്വിച്ചിൻ്റെ അകത്തെ കണക്ഷൻ കയറുന്നത് രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ഇങ്ങോട്ടാണ്, ഈ സൈഡിലേക്കാണ്. പവർ സ്വിച്ചിൻ്റെ പുറത്തെ കണക്ഷൻ കയറുന്നത് ഇങ്ങോട്ടാണ്. 1, 2, 3ാമത്തെ റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ്. വോളിയം അപ്പും ഡൗണും ഇങ്ങനെ ഇത് ജമ്പറാന്ന് ഞാൻ പറഞ്ഞു. ഈ കണക്ഷൻ കയറുന്നത് ഈ ലാസ്റ്റ് ഇരിക്കുന്ന റെസിസ്റ്റൻസിലേക്കാണ്. വോളിയം അപ്പിൻ്റെ അകത്തെ കണക്ഷൻ കയറുന്നത് ഈ 1ാമത്തെ റെസിസ്റ്റർ ഇല്ലയോ, അതിൻ്റെ ഈ സൈഡിലേക്കാണ്. പിന്നെ ഇതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ ഇങ്ങോട്ടാണ് കയറുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സംഭവമെല്ലാം മനസ്സിലായല്ലോ. ഈ റെസിസ്റ്റർ എവിടെയായിരിക്കുന്നത് മനസ്സിലായല്ലോ. റെസിസ്റ്റർ ഇരിക്കുന്നത് ഈ സ്ട്രിപ്പിൻ്റെ തൊട്ട് സൈഡിലൊരു IC ഉണ്ടാവും, ഈ കറുത്ത IC. ഇതിൻ്റെ മുകളിലേക്ക് 5 റെസിസ്റ്റർ ഒരേ വലുപ്പത്തിലുള്ളത് ഉണ്ടാവും. ഈ റെസിസ്റ്റർ ഇവിടുന്ന് വെച്ചേക്കുന്നത് ഈ കണക്ടറിൻ്റെ ഏതാണ്ട് പകുതി സ്ഥലം വരെയുള്ള സ്ഥലത്തിനോടിടയ്ക്കാണ്. ഇതിനിടയ്ക്ക് കൊച്ചു കൊച്ചു റെസിസ്റ്ററുകളുണ്ടാവും. അത് നോക്കണ്ട, ഒരുവിധം വലിപ്പമുള്ള 5 റെസിസ്റ്ററുകളാണ്. അതിലേക്കുള്ള കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ചാനൽ വഴി മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.